അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷാമിലിൻ്റെ എളാമയുടെ ആ ഒരു കത്ത് കണ്ടപ്പോൾ ശരിക്കും പള്ളിക്കമ്മിറ്റിക്കാർ വരെ ഞെട്ടിപ്പോയി. എന്ത്? കേളാത്ത മൊയ്തീൻ ഹാജിൻ്റെ ഭാര്യയാണ് ഈ ഒരു കത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. മൂപ്പര് സുഖമില്ലാത്ത അവസ്ഥയിൽ ഹോസ്പിറ്റലിലുമാണ്. എന്നിട്ടിപ്പോൾ ഇങ്ങനെ ഒരു കത്ത്. ശരിക്കും അവരിത് വായിച്ച് ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. എൻ്റെ ഭർത്താവ് കേളത്ത് മൊയ്തീൻ ഹാജി എന്നുള്ള ആ മനുഷ്യൻ, അദ്ദേഹത്തെ കൊണ്ട് എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും യാതൊരു രീതിയിലുള്ള ഉപകാരവുമില്ല. അദ്ദേഹം മറ്റെവിടെയോ ഏതൊക്കെയോ സ്ത്രീകളുടെ കൂടെയൊക്കെയാണ് താമസം. എനിക്കും കുഞ്ഞുങ്ങൾക്കും ചെലവിന് തരുന്നില്ല. അതുമാത്രമല്ല, ഞങ്ങളുടെ കാര്യമൊന്നും നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ആ ഒരു ബന്ധത്തിൽ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട കമ്മിറ്റിക്കാർ എങ്ങനെയെങ്കിലും ഈ ഒരു വിവാഹബന്ധം വേർപ്പെടുത്തി തരണം. അല്ലാതെ ഒരിക്കൽ പോലും ഉപകാരമില്ലാത്തൊരു ഭർത്താവിന് എനിക്ക് ആവശ്യമില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെലവിന് കൊടുക്കാൻ എനിക്കൊരു പക്ഷേ വിദേശത്തേക്ക് പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം ഒഴിവാക്കി തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് എന്ന് സുലൈഖ പി. ആ ഒരു കത്ത് വായിച്ച് കണ്ടവരെല്ലാം ഞെട്ടിപ്പോയി. അല്ലോ, മൂപ്പർക്ക് സുഖമില്ലാത്തതിൻ്റെ പേരിലല്ലേ അതവിടെ ഇതുവരെയും ഇവിടെ തന്നെ ആയിരുന്നല്ലോ. അത് മോനേതോ വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാക്കിയതാണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. കുറേയൊക്കെ സുഖപ്പെട്ടിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. എന്താല്ലേ സ്ത്രീകളുടെ ഒരു കാര്യം. ഭർത്താക്കന്മാർക്ക് വയ്യാതായി കഴിഞ്ഞാൽ പിന്നെ അവരെ കൊണ്ട് ഉപകാരം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവർ ഒഴിവാക്കുക. എന്താ, നമ്മളൊക്കെ പേടിക്കേണ്ട കാലം തന്നെയാണ് കേട്ടോ ഇത്. സാധാരണ രീതിയിൽ ഭർത്താക്കന്മാർക്ക് സുഖമില്ലാതായി കഴിഞ്ഞാൽ ഭാര്യമാർ നോക്കാറാണ് പതിവ്. അതിലധികവും അങ്ങനെ തന്നെ അവർ സംരക്ഷിക്കും. അതെ, ഒരു കാലത്ത് അവർ തിരിച്ച് സംരക്ഷിച്ചതല്ലേ. അവരെയും മക്കളെയൊക്കെ നല്ല പൊന്നുപോലെ നോക്കിയതല്ലേ. സുഖമില്ലാതായത് കൊണ്ടതല്ലേ. വല്ലാത്തൊരു കഷ്ടം തന്നെ. ഇങ്ങനെയുണ്ടാവുമല്ലോ പെണ്ണുങ്ങൾ. എന്നാൽ അവരിൽ ഒരാൾ പറഞ്ഞു, നമ്മൾ അഭിപ്രായപ്പെട്ടൊരു കാര്യമില്ല. ആ സ്ത്രീൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക തന്നെ വേണം. അല്ലാതെ ഇപ്പം എന്താ, ഒന്ന് അന്വേഷിക്കണം കാര്യങ്ങളൊക്കെ അങ്ങനെയാണോ എന്നുള്ളത്. അന്വേഷിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതങ്ങ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലാതെ അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് ചെയ്ത് കൊടുക്കൽ നമ്മുടെ ബാധ്യത തന്നെയാണ്. എന്നാൽ സുലൈഖ അതാ മൊയ്തീൻ ഹാജി പോയതിനു ശേഷം എന്ന് മാത്രമല്ല, അതിനു മുമ്പേ മൂപ്പരെ അവോയ്ഡ് ചെയ്യുകയായിരുന്നു എല്ലാ കാര്യത്തിനും. അത് അദ്ദേഹത്തിന് തുള്ളി വെള്ളം പോലും കൊടുക്കാത്ത അവസ്ഥയിലായിരുന്നു അവർ നോക്കിയിരുന്നത്. എന്നാൽ ഷാമിൽ വന്നതിന് ശേഷമാണ് ഉപ്പയുടെ കാര്യത്തിൽ അല്പം ആശ്വാസം ലഭിച്ചത്. മാത്രമല്ല, മക്കളെ കൂടെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിടുമായിരുന്നില്ല. തികച്ചും നരകതുല്യമായ ജീവിതമായിരുന്നു. എന്നാൽ ഇപ്പോൾ കേളോത്ത് മൊയ്തീൻ ഹാജിക്ക് നല്ല കെയറിംഗ് ആണ് ലഭിക്കുന്നത്. അവിടെ നഴ്സുമാരുണ്ട്, അതുപോലെ ഡോക്ടേഴ്സ് വന്ന് ചെക്ക് ചെയ്യും. അതുമാത്രമല്ല, എല്ലാ രീതിയിലുള്ള കെയറിങ്ങും കാര്യങ്ങളും കിട്ടുന്നത് കൊണ്ട് തന്നെ ഉപ്പയുടെ ആ സ്ട്രോക്കിൻ്റെ അതെല്ലാം മാറി തുടങ്ങി. ഉപ്പ ഒരു പഴയ രീതിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു 50% ഓക്കെ ആയിട്ടുണ്ട്. ബാക്കി കൂടി റെഡി ആവണം. എന്നാൽ അതാ സുലൈഖയുടെ മനസ്സിൽ പല ചിന്തകളാണ്. അറബി വീട്ടിലേക്ക് എത്തണം. അറബി വീട്ടിലേക്ക് എത്തിയിട്ട് റസിയാൻ്റെ സ്ഥാനം, റസിയാക്ക് കിട്ടാൻ പോകുന്ന സ്ഥാനം ഒന്ന് തട്ടിയെടുക്കണം. എന്തൊക്കെ തന്നെയാലും എന്നെക്കാളും മൊഞ്ചൊന്നും അവൾക്കില്ല. എനിക്ക് തന്നെയാണ് മൊഞ്ച്. അവളെന്താ മെലിഞ്ഞുണങ്ങിയ ഒരു രൂപാണ്. പക്ഷെ എന്നെ കണ്ടാലോ നല്ല തടിയും പുഷ്ടിയുള്ള, കണ്ടാൽ ഇനിയും കെട്ടാമെന്ന് തോന്നും ആ രീതിയിലുള്ളതാണ് എൻ്റെ ശരീരം. എനിക്കറിയാലോ. അത് അവൾ അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് സ്വയം പുകഴ്ത്തി ആലോചിച്ചു കൊണ്ടിരുന്നു. എന്നാൽ പാസ്പോർട്ടിനുള്ള അപേക്ഷയെല്ലാം കഴിഞ്ഞു. നാളെയാണ് പാസ്പോർട്ട് എടുക്കേണ്ട ദിവസം. എമർജൻസി ആയിട്ട് കുറച്ച് എടുക്കണം. എന്നാൽ ഷാമിലെ ഇതൊന്നും അറിയുന്നില്ല. അത് തൻ്റെ എളാമ, തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ അത് ഫസ്ക് ചൊല്ലുകയാണെന്നോ. എൻ്റെ പിതാവ് അതറിയുമ്പോൾ എത്രമാത്രം വേദനിക്കും റബ്ബേ. എന്നാൽ അവൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയം പൊട്ടിപ്പോവും. കാരണം ജീവിതത്തിൽ വിചാരിച്ചതൊന്നും നടന്നിട്ടില്ല. അതെ, ഏറെ പ്രതീക്ഷയോടെയാണ് ഞാൻ റസിയെയും മുത്തുവിനെയും ഗൾഫിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അതും എൻ്റെ അറബിയമ്മയുടെ നിർദ്ദേശത്തിന് വഴങ്ങിയിട്ട്. പക്ഷേ പാവം ആ മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് കഴിയുന്ന അവൻ, അതെ അറബി വീട്ടിൽ ജോലി ചെയ്യുന്ന റസിയ, റബ്ബെ അവരെങ്ങനെങ്കിലും ഒരുമിപ്പിക്കണം എന്നുള്ള ചിന്തയെങ്കിലും എനിക്കുണ്ടായിരുന്നു. എന്നാൽ എന്ത് ചെയ്യും.
അതെ, വേദനാജനകമായ നിമിഷങ്ങൾ. അവൻ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്നായിരുന്നു അറബിയുമ്മയുടെ കോള് വന്നത്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അറബിയുമ്മ. ആ മോനെ, എന്തായി? അല്ല, നീ കൊണ്ടുവന്ന ആൾക്കാരെ ഞാൻ കണ്ടില്ല കേട്ടോ. അവരെ കാണുന്ന എനിക്ക് നന്നായിട്ട് ആഗ്രഹമുണ്ട്. പിന്നെ മോനെ ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ചാൽ, ഒരു ഇഫ്താർ മീറ്റ് ഉണ്ടായിരുന്നു. വലിയൊരു പാർട്ടി നടത്തണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അത് ഇൻഷാ അള്ളാ പിന്നീടാക്കാം. തൽക്കാലം ഇഫ്താർ പാർട്ടിയിലെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒന്ന് പങ്കുചേരാം. എന്തൊക്കെ തന്നെയാലും വിവാഹം കഴിഞ്ഞ യുവമിഥുനങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. എല്ലാവരെയും കൂട്ടത്തിൽ ഒന്ന് നടത്താം. മണവാട്ടികളെയും മണവാളന്മാരെയും ഒന്ന് നല്ല രീതിയിൽ അണിയിച്ചൊരുക്കി അതിലേക്ക് ഷാമിൽ, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ആഗ്രഹം കൂടി സാധിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമായിരുന്നു. അറബിയുമ്മ, അത് അതേ മോനെ, മോനക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു പെൺകുട്ടി ഉണ്ടല്ലോ, അത്. പക്ഷേ ഷാമിലിൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടായിരുന്നില്ല. കാരണം ഞാൻ കൊണ്ടുവന്ന ആളുകൾക്ക് വരെ നല്ലൊരു ജീവിതം കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു ടെൻഷനിലായിരുന്നു അവന്. അല്ല, എനിക്ക് അവർക്കൊരു ജീവിതം കൊടുക്കാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ. അതെ, മനസ്സിനുള്ളിൽ ഒത്തിരി ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പാവം ബുഷി. ഞാൻ പറയണം, അവളോട് പറയണം, ബുഷി നീ എന്നെ ആലോചിച്ചിരിക്കേണ്ട മോളെ. അതെ, എൻ്റെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടുകളും കഴിഞ്ഞിട്ട് എനിക്കൊരു വിവാഹം അത് കിട്ടുന്നു തോന്നുന്നില്ല എന്ന് പറയണം ഇൻഷാ അല്ലാ. അങ്ങനെ അറബിയുമ്മ അതാ ഇഫ്താറിന് വേണ്ടി പറയുകയാണ്. മോനെ, പിന്നെ നീ കൊണ്ടുവന്ന നിൻ്റെ ആളുകളൊക്കെ കൊണ്ടുവരണം. പിന്നെ മറക്കല്ലേ കേട്ടോ. ഉമ്മുൽ ഖൈർ, അവരെയും കൂട്ടാൻ മറക്കല്ലേ. ഞാൻ അവരോട് നേരിട്ട് തന്നെ സംസാരിച്ചോളാം. അവരുടെ ഫോൺ നമ്പർ ഒന്ന് മോന് വീടിട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. അങ്ങനെ അത് അറബിയുമ്മ ഉമ്മുൽ ഖൈറിനും വിളിക്കുന്നു. അസ്സലാമു അലൈക്കും ഹബീബത്തി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അറബിയുമ്മയാണ്. മനസ്സിലായോ? മനസ്സിലായി. എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ? അൽഹംദുലില്ലാ, റാഹത്ത് തന്നെ. നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെ തന്നെയാലും പിന്നെ നമുക്കൊരു ഇഫ്താർ മീറ്റ് ഉണ്ട്. വരണം, ഷാമിലും വരണം. അതുപോലെ നിങ്ങളുടെ പുതിയ ഗസ്റ്റുകളൊക്കെ എത്തിയില്ലേ, അവർ വരണം, നിങ്ങൾ വരണം കേട്ടോ ഇൻഷാ അല്ലാ. ഷാമിലിൻ്റെ കൂടെ വന്നാൽ മതി കേട്ടോ. ഇൻഷാ അല്ലാ നാളെയാണ്. എന്തൊക്കെ തന്നെയാലും കാരണം വലിയൊരു പാർട്ടി വേറൊന്ന് വെക്കണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. ആ കൂട്ടത്തിൽ ഷാമിലിൻ്റെ നിക്കാഹ് കൂടി കഴിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഷാമിൽ പറയുന്നത്, ഉമ്മ അത് എനിക്കിപ്പോൾ കുറച്ചൊരു മനസ്സിന് ഒരു സുഖമില്ല, ഇൻഷാ അല്ലാ കുറച്ച് കഴിഞ്ഞിട്ട് ആവാം എന്നൊക്കെയാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല ഇൻഷാ അല്ലാ. ഷാമിലിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം. അതെ, മുത്തുവിനെയും റസിയെയും ഒരുമിപ്പിക്കാലോ റബ്ബേ എന്നുള്ള ചിന്തയായിരുന്നു അവൻ്റെ മനസ്സിൽ. മരുഭൂമിയിൽ അങ്ങേയറ്റം വേദനയോടെ കഴിയുന്ന നമ്മുടെ മുത്തു. അതെ, അവൻ പറഞ്ഞ ആ വാക്ക്, അതെ, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണെങ്കിലും എൻ്റെ റസിയക്കൊരു മഹർ വേണം, അതിനു വേണ്ടിയിട്ടാണ് ഞാനിവിടെ കഷ്ടപ്പെടുന്നത് എന്നതായിരുന്നു. എന്നാൽ ഷാമിലിൻ്റെ മനസ്സിൽ പല ചിന്തകൾ വരുന്നു. റബ്ബേ, അതെ, അവരുടെ നിക്കാഹെങ്കിലും ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് സമാധാനമായിരുന്നു. എൻ്റെതവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല. ബുഷിയെ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചോട്ടെ. കാരണം എൻ്റെ മനസ്സിലെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനും തീർന്നിട്ട് ഒന്നും നടക്കില്ല. അവൻ്റെ മനസ്സിൽ അങ്ങനെ പല ചിന്തകൾ വന്നു. പെട്ടെന്നായിരുന്നു അവൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അല്ലാ, ഇതിപ്പോൾ മഹല്ല് പ്രസിഡൻ്റാണല്ലോ. ഹലോ, അസ്സലാമു അലൈക്കും മോനെ. ഷാമിൽ. വലൈക്കും അസ്സലാം. എന്തൊക്കെയുണ്ട് മോനെ അവിടുത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ? അൽഹംദുലില്ലാ, റാഹത്ത് തന്നെയാണ് ഇക്കാക്ക. പിന്നെ എന്തൊക്കെയുണ്ട്? മോനെ എപ്പോഴഞ്ഞ് വരുന്നത്? ഞാൻ ഇപ്പോൾ വന്നിട്ടല്ലുള്ളൂ. ഉപ്പയുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയണമല്ലേ. ഉപ്പയുടെ ചികിത്സക്ക് വേണ്ടിയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം. ഉപ്പാൻ്റെ അവസ്ഥ അറിയുന്നതല്ലേ. എന്നാലും അൽഹംദുലില്ലാ 50% ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ തനിയെ എഴുന്നേറ്റ് പതുക്കെയൊക്കെ ആണെങ്കിലും നടക്കാനൊക്കെ ഒന്ന് തുടങ്ങുന്നുണ്ട്. കൂടുതലായിട്ട് നല്ല ഒരു സപ്പോർട്ട് ഉണ്ടാവണം. എന്നാലോ ആ ഒരു കിടപ്പിൽ നിന്നൊക്കെ എഴുന്നേറ്റിരുന്ന് പതുക്കെ നമ്മൾ ചെറിയ മക്കളെങ്ങനെ പിച്ച വെച്ച് നടന്ന ശീല അതുപോലെ തന്നെ ഒക്കെ ആയി വന്നിട്ടുണ്ട്. അറക്കൽ മൊയ്തീനാജിക്ക് അധികം വയസ്സും പ്രായമൊന്നും ആയിട്ടൊന്നുമില്ലല്ലോ. അത് മൂപ്പര് അതിനങ്ങോട്ട് ആ സ്ട്രോക്കിലങ്ങോട്ട് വീണതല്ലേ. അതൊക്കെ ഇനിയും നടന്നോളും, മോൻ വിഷമിക്കണ്ട. എല്ലാം എന്തൊക്കെ ഈ സമയത്ത്? അല്ല, അവിടെ സുഖം തന്നെയല്ലേ മോനെ?
ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് മോനോടൊന്ന് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പള്ളി കമ്മിറ്റിയുടെ ഒരു അംഗം കൂടിയായ ആ ഇക്കാക്കയായിരുന്നു വിളിച്ചിരുന്നത്. കാര്യം പറയാൻ അവരൊന്ന് വിഷമിച്ചു. ഇക്കാക്ക, എന്ത് കാര്യം? ആ, അത് മോനെ, സുലേഖ എന്ന് പറഞ്ഞത് അത് നിന്റെ എളാമയാണ്. ആ പേര് കേട്ടപ്പോഴേ അവൻ്റെ കൈകാലുകൾ കുഴഞ്ഞു. റബ്ബേ, വീണ്ടും വല്ല തെറ്റുകളും ചെയ്തോ? അന്നൊരിക്കൽ തെറ്റ് ചെയ്ത് കുറേ ഉപദേശമൊക്കെ കൊടുത്തതായിരുന്നു. പഠിച്ചോനെ, ഇപ്പോൾ എന്നോട് വിളിച്ച് സംസാരിച്ചൊക്കെ ചെയ്തിരുന്നല്ലോ കുറച്ച് മുമ്പ്. പഠിച്ചോനെ, എന്തായിരിക്കും? അതോ ഇനി ക്യാഷിന് വേണ്ടിയിട്ട് വിളിച്ച്? അറിയില്ല. എന്തേ കാക്ക? അതെ, ശ്യാമലിൻ്റെ കൈകാലുകൾ വിറച്ചു. അത് മോനെ, എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഉപ്പയുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളാവുകയായിരിക്കില്ലേ? ഏയ്, അങ്ങനെയല്ല, ഉപ്പ മെച്ചപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് എന്നൊക്കെ പറയാന്ന് വെച്ചാൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിലും ഭാര്യക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു എന്താ പറയുക, സ്നേഹവും കാര്യങ്ങളും ചിലവിന് കൊടുക്കാനുള്ള കഴിവും അവളുടെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ കഴിയാതെ വരികയും അതുപോലെ ഭക്ഷണം, താമസം, അതുപോലെ മഹർ എന്നിവയിലൊക്കെ വീഴ്ച വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓരോരുത്തരും ആവശ്യപ്പെടുന്നൊരു സംഭവമാണിത്. അല്ല അല്ലിക്കക്ക, നിങ്ങളെന്തേ ഈ പറയണത്? അല്ല, അറക്കൽ മൊയ്തീൻ ഹാജി എന്ന് പറഞ്ഞ നിൻ്റെ ബാപ്പ, അദ്ദേഹം മറ്റെവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്? ഉപ്പയെ ഞാൻ വേറൊരു ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്. ഹോസ്പിറ്റലോ? അല്ല, സ്ത്രീകൾ ആണോ പരിചരിക്കുന്നത്? അല്ല, അവിടെ നേഴ്സായിട്ട് 1-2 ആളൊക്കെ ഉണ്ടാവും. അതൊരു വ്യക്തിക്ക് അത് ഏത് ഹോസ്പിറ്റലിലും അങ്ങനെ തന്നെയാണല്ലോ. പക്ഷേ ഇതൊരു ഹോസ്പിറ്റൽ രീതിയല്ല. അവർ നമ്മൾ മാതാപിതാക്കൾ മക്കൾ കെയർ ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ ചെയ്യുക. ഓ, അത് ശരി. അല്ലെങ്കിലും ബാപ്പാക്ക് അതൊക്കെ തന്നെ ആയിരിക്കും നല്ലത് അല്ലേ? എന്ത് ഇക്കാക്ക, നിങ്ങൾ എന്ത് തുറന്നു പറയാത്തത്? കാര്യങ്ങൾ പറയും. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിൻ്റെ എളാമ്മ ഫസ്കിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. ഒരു നിമിഷം ഷാമിൽ ഞെട്ടിപ്പോയി. യാ അല്ലാ, അവൻ്റെ ഇടനെഞ്ചിൽ ഒരു അമ്പ് കൊള്ളുന്ന വേദന ഉണ്ടായിരുന്നു. അതവൻക്ക്. അവൻ്റെ ഇടനെഞ്ച് അവൻ മുറുകെ പിടിച്ചു. എന്തൊക്കെ നിങ്ങൾ പറയണത്? അതേ മോനെ, നിൻ്റെ എളാമാക്ക് അദ്ദേഹത്തെ വേണ്ട, അദ്ദേഹത്തിനെ കൊണ്ടൊരു ഉപകാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അപേക്ഷ തന്നിട്ടുണ്ട് ഞങ്ങൾ പള്ളി കമ്മിറ്റിക്കാരെന്നുള്ള നിലക്ക്. പിന്നെ അതിനുള്ള കാരണങ്ങൾ വ്യക്തമാണെങ്കിൽ അവർക്കത് ചെയ്യാം. പക്ഷേ ഇതാകാലം ഉണ്ടാവും കേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട, പറഞ്ഞേക്കണം. ശരിക്കും അത് ഷാമിലിന് വല്ലാത്തൊരു വിഷമമായി മാറി, വല്ലാത്തൊരു ടെൻഷനായി മാറി. അവൻ്റെ കയ്യിൽ നിന്ന് ആ ഫോണ് നിലത്തേക്ക് വീണു. അത് ഹൃദയം പൊട്ടിപ്പോകുന്ന അവസ്ഥ. തൻ്റെ കുഞ്ഞുമക്കളെ ഓർത്തു, തൻ്റെ പിതാവിനെ ഓർത്തു. റബ്ബേ, എളാമ ഇത്രക്കും ദുഷ്ടിയായി പോയോ റബ്ബേ? അതെയോ, എളാമക്ക് വേണ്ടതെല്ലാം ഞാൻ അയച്ചു കൊടുക്കുന്നു. എളാമയുടെ ജീവിതത്തിൽ വലിയൊരു തെറ്റ് വന്നിട്ടും അത് ബാപ്പയോട് പോലും പറയാതെ എല്ലാം തരണം ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ഉപ്പ അറിഞ്ഞാൽ അത് ടെൻഷനാവും എന്ന് കരുതിയിട്ട്. എന്നാൽ ഇപ്പോൾ എളാമ എത്ര ക്യാഷ് ഞാൻ അവർക്ക് അയച്ചു കൊടുക്കണം, ചെലവിന് വേണ്ടിയിട്ടും എല്ലാത്തിനും. എന്നാലും അവർ പൊട്ടിക്കരയുകയാണ് ചെയ്തത്. അവന് ആ സങ്കടം താങ്ങാൻ കഴിയുന്നില്ല. അല്ലാ, എൻ്റെ മക്കള്. അതെ, തൻ്റെ അനിയത്തി കുട്ടികളെ കുറിച്ചായിരുന്നു അവൻക്ക് കൂടുതൽ വിഷമം. ഇത് പെങ്ങളോട് പറഞ്ഞാൽ പെങ്ങൾ അതിലേറെ വിഷമിക്കും. പാവൻ്റെ ബാപ്പ. അതെ, ശരിക്ക് നടക്കാനൊക്കെ തുടങ്ങിയിരിക്കണ്. അസുഖം ഭേദമായിട്ട് മക്കളുടെ അടുത്തേക്ക് വരണം, മക്കളെ കാണാൻ കൊതി ഉപ്പ പറയുന്നുണ്ടായിരുന്നു. മോനെ, എനിക്ക് കുട്ടികളെ കാണാൻ വല്ലാത്ത കൊതി മോനെ എന്ന് പറഞ്ഞിരുന്നു അന്ന് വിളിച്ചപ്പോൾ. ഇപ്പോൾ ഈ ഒരു അവസ്ഥ. റബ്ബേ, ശരിക്കും ഷാമിലിന് ആ സങ്കടം സഹിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദനയായിരുന്നു. അതെ, അറബിയുമ്മ നാളെ ഇഫ്താർ മീറ്റിന് വിളിച്ചിട്ടുണ്ട്. പഠിച്ചോനെ, സമാധാനമെല്ലാം നഷ്ടപ്പെട്ടല്ലോ റബ്ബേ. അതെ, അതിനിടക്ക് മുത്തുവിൻ്റെയും ഷാമിലിൻ്റെയും നിക്കാഹിൻ്റെ കാര്യം അതൊന്ന് അറബിയമ്മയോട് പറയണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. എന്നാൽ എളാമ പറഞ്ഞത് ചെയ്തത് ആലോചിക്കാൻ കഴിയുന്നില്ല. അത് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത് എളാമ അങ്ങനെ ചെയ്യില്ല എന്നും പറയാൻ പറ്റൂല. കാരണം അന്ന് ഉപ്പയുടെ ആ ഒരു അവസ്ഥയിൽ എളാമ തന്നെ ഒന്നും ഉപ്പയെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ ഭക്ഷണം കൊടുക്കുമ്പോഴും വെള്ളം കൊടുക്കുമ്പോഴും വരെ എന്നോട് വന്ന് പറയായിരുന്നു, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് എങ്ങനെ തീറ്റിപ്പോരുന്നു, എന്നെക്കൊണ്ട് കഴിയില്ല കേട്ടോ ഇനി നോക്കാൻ.
അത് പാവം എൻ്റെ പിതാവ് കേൾക്കുമ്പോൾ ഹൃദയം പൊട്ടിപ്പോകുമായിരുന്നു. ഷാമിൽ അതിനെക്കുറിച്ച് ഓർത്തു. റബ്ബേ, എൻ്റെ പിതാവ് ഇതറിഞ്ഞാൽ എൻ്റെ പിതാവ് വല്ലാതെ വിഷമിക്കും അല്ലാ. അവൻ മനസ്സിൽ വിചാരിച്ചു, ഇല്ല, ഒരിക്കൽ പോലും പിതാവിനത് അറിയിക്കരുത്. അതെ എളാമ, ആ എല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ഹർബിയുമ്മ പറഞ്ഞ കാര്യം റബ്ബേ, സന്തോഷത്തോടു കൂടി പോകാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അതിനൊന്നും പറ്റാത്ത അവസ്ഥയാണെന്ന് തോന്നുന്നു. അല്ലാ, യാ അല്ലാ. എന്നാൽ ഈ സമയം പാസ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് എളാമ. അതിനിടയിൽ എന്തൊക്കെയോ പർച്ചേസിങ് കാര്യങ്ങൾ അതെല്ലാം നടക്കുന്നുണ്ട്. കാരണം ഷാമിൽ കുറച്ച് പൈസയൊക്കെ അയച്ചിട്ടുണ്ട്. മക്കളോടായിട്ട് പറയുന്നു, മക്കളെ പിന്നുണ്ടല്ലോ, ഇനി എൻ്റെ മക്കൾ മൂത്തമ്മാൻ്റെ വീട്ടിൽ നിൽക്കണം കേട്ടോ. മൂത്തമ്മാൻ്റെ അല്ലെങ്കിൽ അമ്മായിൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് എവിടെയാണ് ഇഷ്ടം? അത് അവിടെ മൂത്തമ്മാൻ്റെ ഇത്താത്ത ഇല്ലല്ലോ, റസിയത്ത് ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ ഞങ്ങൾ നല്ലോണം നോക്കിയിരുന്നു. അവരില്ലല്ലോ. മക്കളെ, ഇനി നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കല്ലേ. പിന്നെ ഉമ്മ ഗൾഫിലേക്ക് പോവാണ്. ഗൾഫിലേക്ക് പോയിട്ട് മക്കൾക്ക് കുറേ സാധനങ്ങൾ കൊടുത്തേക്കും കേട്ടോ. ഒരുപാട് ഇഷ്ടം പോലെ നിങ്ങൾക്ക് സാധനങ്ങൾ കൊടുത്തേക്കും. അപ്പം എന്ത് വേണം? മക്കൾ മൂത്തമ്മാൻ്റെ അടുത്ത് നിൽക്കണം, മനസ്സിലായല്ലോ? അല്ലെങ്കിൽ അമ്മായിൻ്റെ അടുത്ത് മൂത്തമ്മാൻ്റെ നിൽക്കുന്ന ഇഷ്ടം? അമ്മായിൻ്റെ അടുത്ത് നിൽക്കുന്ന ഇഷ്ടമാണ്. പക്ഷേ അമ്മായിക്ക് ബുദ്ധിമുട്ടാവില്ലേ? അമ്മായിക്ക് കുറേ കുട്ടികളില്ലേ? ആ 5 പെറ്റ് കൂട്ടിക്കണല്ലോ. ആയിക്കോട്ടെ, അതിനെന്താ? നിങ്ങൾ ഓല കൂട്ടത്തിൽ പോകണമെങ്കിൽ അങ്ങോട്ട് പോയിക്കോളി, മൂത്തമ്മാൻ്റെ അടുത്ത് നിൽക്കണേ അങ്ങോട്ട് പോയിക്കോളി. ഉമ്മച്ചി അങ്ങോട്ടാ? ഉമ്മച്ചി പോവാണ്. ഉമ്മച്ചി ഇവിടെ വിട്ട് പോവാണ് ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ജോലിയൊക്കെ കിട്ടും. പിന്നെ നല്ല പൈസയും കിട്ടിക്കഴിഞ്ഞാലേ എൻ്റെ മക്കൾക്ക് നല്ല രീതിയിൽ ജീവിക്കാം കേട്ടോ. പിന്നെ എന്താഗ്രഹം ഉണ്ടെങ്കിലും ഒരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടം പോലെ ഉമ്മച്ചി കൊടുത്തേക്കും കേട്ടോ. എന്നാൽ അതിൽ ഇളയവളായ ആ പൊന്നുമോൾ ചോദിക്കുന്നു, ഉമ്മച്ചി ഞങ്ങളും വരട്ടെ. എങ്ങോട്ട്? അറബി വീട്ടിലേക്ക് പണിയെടുക്കാനാണ് പോകുന്നത്, അല്ലാതെ അവിടെ ഭക്ഷണം കഴിക്കാൻ പോവല്ല. ഉമ്മച്ചി ഇല്ലാതെ ഞങ്ങൾക്ക് സങ്കടാവൂലേ? ഓ, സങ്കടം നിങ്ങളുടെ മൂത്തമ്മ അമ്മായി ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് നിൽക്കുക, അതൊന്നും വിഷയമില്ല കേട്ടോ. എന്നാൽ ഞങ്ങൾ ഉപ്പച്ചിൻ്റെ അടുത്ത് ആക്കിത്തരും. എനിക്ക് ഉപ്പച്ചിയെ കാണാൻ കൊതിയാവുന്നുണ്ട്. ഉപ്പച്ചിയെ കാണണം. ഓ, വീണ്ടും ആ കിളവനെ കാണുന്ന കാര്യമാണോ നിങ്ങൾ പറയുന്നത്? അതെ, ഉമ്മച്ചിക്ക് ഞാൻ അതിനെ കാണാൻ പോകാനൊന്നും പറ്റൂല. അതെന്താ? ഉമ്മച്ചിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഒഴിവാക്കുകയാണ്. ഇനി വേണ്ട ഉപ്പച്ചി, എനിക്ക് അങ്ങനത്തെ ഒരു ഉപ്പച്ചിയെ എനിക്കിഷ്ടമല്ല. ശരിക്കും ആ മക്കൾ ഞെട്ടിപ്പോയി. ഉമ്മച്ചി പാവല്ലേ ഉപ്പച്ചിക്ക് സുഖമില്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് കരുതിയിട്ട് എപ്പോഴും ഇങ്ങനെ സുഖമില്ലാത്ത ആളൊപ്പം വെച്ച് നിൽക്കാൻ പറ്റുമോ? എനിക്കില്ല മക്കളെ ഒരു ജീവിതം ആസ്വദിക്കാൻ ഒരു ആഗ്രഹം. അല്ലാതെ വളരെ ചെറുപ്പത്തിലാണ് ഇങ്ങളെ ബാപ്പാനും കൊണ്ട് ഇന്നെ കല്യാണം കഴിപ്പിച്ചത്. ഇങ്ങളെ ബാപ്പാൻ്റെ ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി. അതിലുള്ള മക്കളല്ലേ ഷാമിൽക്കയും ഇത്താത്തയും. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ മരിച്ചതിന് ശേഷം എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ചെറുപ്പമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങളെ ബാപ്പാക്ക് ഞാൻ യോജിക്കൂലെന്ന് തന്നെ. എന്നാലും ഞാൻ നിന്നു. 2 മക്കളുമായി. പിന്നെ ഉപ്പാക്ക് സുഖമില്ലാതായി. ഇപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങളെ മൂത്തമ്മാൻ്റെ വീട്ടിലേക്ക് ആക്കിത്തരാം, അല്ലെങ്കിൽ ഇത്താത്താൻ്റെ. എന്നൊരു ഉമ്മ പോവാണ്. ഉമ്മ പോയിട്ട് നല്ലോണം പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് വരും. ഉമ്മ വിളിക്കുമ്പോൾ മക്കൾ ഫോണൊക്കെ എടുക്കണം കേട്ടോ. ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ കൊണ്ടുവന്ന് തരും. ശരിക്കും ആ മക്കൾക്ക് ഭയമായിരുന്നു. ഉമ്മ, ഞങ്ങൾക്ക് പേടിയാണ്. എന്തിനെ? ഉമ്മയില്ലാതെ. ഓ, ഞാൻ ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് പേടിയെന്ന് പറഞ്ഞിരുന്നു നേരത്തെ. ഇപ്പം എന്താ നേരെ തിരിച്ചായോ? എന്നാൽ ആ മക്കളോട് അവർ ദേഷ്യപ്പെട്ടപ്പോൾ ആ മക്കളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകി വരികയായിരുന്നു. പാവം ഷാമിൽ ഇതെല്ലാം അറിഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. ഇത് സത്യമായിരിക്കുമോ റബ്ബേ? എൻ്റെ പിതാവിനെ ഒഴിവാക്ക്. ആയിക്കോട്ടെ. അവൻ വിതുമ്പിക്കരയുകയായിരുന്നു. അള്ളാഹിൻ്റെ വിധി. അല്ലെങ്കിൽ എളാമൻ്റെ ഉപ്പയെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, വിഷമിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയായിരിക്കും. പക്ഷെ എന്നാലും ഇത് കേട്ടപ്പോൾ വല്ലാത്ത വേദന. അത് അവൻ്റെ മനസ്സിനെ അത് വല്ലാതെ പിടിച്ചു കുലുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഗൾഫിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സുലൈഖ. ഇത്താത്തയെ വിളിച്ചെന്ന് കാര്യം പറയണം. നേരെ അതാ റസിയുടെ ഉമ്മയെ വിളിക്കുന്നു. ഹലോ
ആ എന്താ സുലേഖ? ഇത്താത്ത എന്തൊക്കെയുണ്ട്, സുഖല്ലേ? ആ സുഖം തന്നെ, റാഹത്ത് തന്നെ. അല്ല മോളെന്തായി? മോള് എന്താ പറയാ, വിളിച്ചിരുന്നു. പിന്നെ ആ ഇത്താത്ത ഞാൻ പോവാണ്. എന്തായാലും എനിക്കൊരു ജോലി കൂടി വേണം. ഷാമിൽ ഗൾഫിലുള്ള സ്ഥിതിക്ക് ഇപ്പോൾ ഈ പോകേണ്ട ആവശ്യമുണ്ടോ? നിനക്ക് ക്യാഷൊക്കെ കിട്ടണില്ലേ? ക്യാഷൊക്കെ കിട്ടിയിട്ടുണ്ട്, എന്ത് കാര്യമാണ്? അതിനേക്കാളും നല്ല ഗൾഫിൽ പോയിട്ട് സ്വന്തമായിട്ടൊരു ജോലി എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് കഷ്ടപ്പെട്ടാലും. പൊന്നാരൻ്റെ സുലൈക്ക, ജയിന് നിൽക്കണ്ട വേണ്ടാത്തീര്. ജി എവിടേക്ക് പോകാൻ നിൽക്കണം? ഞാൻ അറബി വീട്ടിലേക്ക്, റസിയാൻ്റെ വീട്ടിലേക്ക് തന്നെ ഞാൻ പോകാൻ വേണ്ടി നിൽക്കണത്. എനിക്കിപ്പോൾ അതിന് വിസയും കാര്യങ്ങളെ അത് കിട്ടാനാണോ പണി? അതൊന്നും പണിയില്ല. എന്തൊക്കെ തന്നെയല്ലോ റസി അവിടുന്ന് പോരുകയാണെങ്കിലും ഞാൻ അവിടെ കയറാൻ വിചാരിച്ചു. റസിയെ പോരേ? ആര് പറഞ്ഞത്? ആ റസിയൊക്കെ അവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ പോന്നോട്ടെ, ഞാൻ അവിടെ നിന്നോട്ടെ, അല്ലെങ്കിൽ അവൾക്ക് ഹെൽപ്പിനായിട്ട് ഞാൻ പോയിക്കോളാം, അതാ നല്ലത്. എന്നാൽ അത് കേട്ടപ്പോൾ ആ മാതാവ് ശരിക്കും ഞെട്ടി. സുലേഖ, ആ മക്കളെ കിട്ടി എവിടുക്ക പോണത്? മക്കളൊക്കെ നോക്കാൻ മൂത്തമ്മ ഉണ്ടല്ലോ, മൂത്തമ്മ ഉണ്ട്, ഇത്താത്ത ഉണ്ട്, ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും റസിയുടെ ഉമ്മ ഞെട്ടിപ്പോയി തൻ്റെ അനിയത്തിയുടെ ഈ ഒരു പ്രവൃത്തിയിൽ. പഠിച്ചവനെ ഇവള് പറയിപ്പിക്കുമോ? ഇനിയിപ്പോൾ റസിയാൻ്റെ ജോലി കയ്യോ കളിയോളുണ്ടാവും ഓളെ ഓരോ കാട്ടിക്കൂട്ടിൽ. വല്ലാത്തൊരു പുതുമന്നത്. ശരിക്കും അവർക്ക് ദേഷ്യം പിടിക്കുകയായിരുന്നു. പിന്നീട് ഒന്നും മിണ്ടിയില്ല. അനിയത്തിയുടെ പ്രവൃത്തി അത് പലതും അത് അങ്ങനെയൊക്കെ തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല റബ്ബേ. എന്നാൽ എങ്ങനെയെങ്കിലും അവൾക്ക് ഗൾഫിലേക്ക് പോകണം, അതെ അവിടെ എത്തണം, അറബി വീട്ടിലേക്ക് കയറി കൂടണം എന്നുള്ള ചിന്തയിലായിരുന്നു സുലേഖ. എന്നാൽ ഗൾഫിലേക്ക് വരുന്ന കാര്യമൊന്നും ഷാമിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫസ്കിൻ്റെ കാര്യം ഷാമിൽ അറിഞ്ഞപ്പോൾ തന്നെ അവനക്ക് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. അവനക്ക് വല്ലാത്ത വിഷമവും പ്രയാസവും വേദനയും ഉണ്ടായിരുന്നു. റബ്ബേ, എന്നാലും പിതാവിനത് അറിയിക്കാനാവില്ല, ഒരിക്കൽ പോലും പിതാവ് ഇത് അറിയാനും പാടില്ല. ശരിക്കും ഷാമിൽ സങ്കടപ്പെടുകയായിരുന്നു. എന്തായിത്തീരും സുലൈഖയുടെ ജീവിതം? ഗൾഫിലേക്ക് എത്തിയാൽ അവൾ ആഗ്രഹം പോലെ അറബി അവളെ കല്യാണം കഴിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം ഇൻഷാ അല്ലാ. പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ ഒരു മരണം നടന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ തന്നെയാണ്. അദ്ദേഹം പള്ളിയുടെയും മദ്രസിൻ്റെയൊക്കെ പ്രസിഡൻറ്റും കാര്യങ്ങളും ഒക്കെയായി നടന്നിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ്. റബ്ബേ, വെള്ളിയാഴ്ച രാവാണ്. കാരണം ഇന്നലെ രാത്രിയാണ് മരണപ്പെട്ടത്. അതായത് അദ്ദേഹം നോമ്പുകാരനായി ഒരു നോമ്പ് അനുഷ്ഠിച്ച് പള്ളിയിലേക്ക് പോയി തറാവിയൊക്കെ നിസ്കരിച്ച് വന്ന് വീട്ടിലെത്തി കഞ്ഞി കുടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തോ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. ഇനി ഹാർട്ട് അറ്റാക്ക് ആണോ എന്തോ അറിയില്ല. എന്തൊക്കെ തന്നെയല്ല റബ്ബേ, ആ ഒരു മരണത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ലൊരു മാസം, റമളാൻ മാസം, മാത്രമല്ല വെള്ളിയാഴ്ച രാവ്, അതും തറാവി നിസ്കാരമെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുന്ന ഒരു സമയത്ത്, പുണ്യമാക്കപ്പെട്ട റമളാൻ മാസത്തിലാണ് എന്നുള്ളതൊരു കാര്യം. വെള്ളിയാഴ്ച രാവ് രണ്ടാമത്തെ കാര്യം. പിന്നെ തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് അതും ഒരു കാര്യം. ചുരുക്കി പറഞ്ഞ എല്ലാം കൊണ്ട് നല്ലൊരു സമയത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. ഇന്ന് വെള്ളിയാഴ്ച മറവ് ചെയ്ത് കഴിഞ്ഞാൽ അവരേക്ക് പ്രത്യേകമായിട്ട് ശ്രേഷ്ഠതയുണ്ട്, നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? വെള്ളിയാഴ്ച രാവ് മരണപ്പെട്ട നല്ലതാണെന്ന്. എന്തൊക്കെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. നല്ലൊരു മരണമായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. പക്ഷെ അസുഖം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് നമ്മൾ വീട്ടുകാർക്ക് അത് വല്ലാത്തൊരു വിഷമവും ടെൻഷനൊക്കെ ആയിട്ടുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം ഹൈറാകുമ്പോൾ ഈമാനോട് കൂടി മരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. കാരണം ഈമാൻ കിട്ടി മരിക്കുക അത് ചില്ലറ കാര്യമൊന്നുമല്ല മക്കളെ, അത് വല്ലാത്തൊരു കാര്യം തന്നെയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.